അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വ്യഭിചാരവും തോന്നിവാസവും വർദ്ധിക്കും. വ്യഭിചാരവും തോന്നിവാസവും വർദ്ധിക്കും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന കാര്യമാണ്. ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ഖിയാമത്ത് നാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ യുർഫഅൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടും, വയസ്ബുതൽ ജഹ്ലു വയുശ്റബൽ ഖംർ, അജ്ഞത സ്ഥാപിക്കപ്പെടും, മദ്യം കുടിക്കപ്പെടും, വയൽഹറ സിന, വ്യഭിചാരം വർദ്ധിക്കുന്നതാകുന്നു. ഇമാം ഖുർത്തുബി റഹിമഹുല്ല എന്ന് പറഞ്ഞാൽ തഫ്സീർ എഴുതിയ ഖുർത്തുബി റഹിമഹുല്ലയുടെ ഉസ്താദായ ഇമാം ഖുർത്തുബി, അദ്ദേഹത്തിൻ്റെ അൽ മുഫ്ഹിം എന്ന ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിന് വിശദീകരണം നൽകുന്ന ഗ്രന്ഥത്തിൽ അക്കാലഘട്ടത്തിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ വർഷം 656 ഹിജ്റ വർഷം 656. അന്ന് അദ്ദേഹം പറയുകയാണ്, ഫി ഹാദൽ ഹദീസി അലമുൻ മിൻ അഅലാമിൻ നുബുവ്വ ഇദ് അഖ്ബറ അൻ ഉമൂരിൻ സതഖഉ ഫവഖഅത് ഖുസൂസൻ ഫി ഹാദിഹിൽ അസ്മാൻ. ഈ ഒരു കാലഘട്ടത്തിൽ വ്യഭിചാരം വർദ്ധിച്ചിരിക്കുന്നു എന്നത് പ്രവാചകൻ പറഞ്ഞ ഹദീസിൻ്റെ അടയാളമാണ്. അപ്പോൾ ഏകദേശം 7-8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വ്യഭിചാരം വർദ്ധിച്ചിരിക്കുന്നു എന്ന് അക്കാലഘട്ടക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ വ്യഭിചാരത്തിൻ്റെ അവസ്ഥ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വരും, അവർ വ്യഭിചാരത്തെ അനുവദനീയമായി കാണുമെന്നാണ്. പല രാഷ്ട്രങ്ങളിലും വിവാഹേതര ബന്ധം എന്നത് പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. ഒരാണിനും പെണ്ണിനും ഒരുമിക്കണമെന്ന് അവർ പരസ്പരം സമ്മതത്തോടു കൂടിയാണെങ്കിൽ അതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ആ വ്യഭിചാരത്തിന് കുഴപ്പമില്ലെന്ന് മഹാഭൂരിപക്ഷം രാഷ്ട്രങ്ങളും അംഗീകരിച്ച ഒരു കാലഘട്ടം. എന്തിനേറെ പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കുന്നത് നിയമവിധേയമാക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇനി ഖിയാമത്ത് നാൾ അതിവിദൂരമാണെന്ന് വിചാരിക്കാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? മഹ്ദി ഇമാം വരാൻ ഇനിയും സമയമെടുക്കും എന്ന് നാം ആലോചിക്കേണ്ടതുണ്ടോ? ഇല്ല, അതെല്ലാം സമീപസ്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, ഇന്ന് COVID-19 എന്ന മാരകമായ ഒരു രോഗം, അതിൻ്റെ പ്രയാസത്തിലാണ് നാം, അതിൻ്റെ ഭീതിയിലാണ് നാം. ലോകം മുഴുവൻ ലോക്ക്ഡൗണായി മാറിയിരിക്കുന്നു. പള്ളികളിൽ ജമാഅത്തുകൾ നിന്നിരിക്കുന്നു, അങ്ങാടികൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിന് എത്ര കാലം തുടരുമെന്ന ആശങ്കയാണ് ഇന്ന് വരുന്ന പുതിയ വാർത്തകൾ. കാരണം കേസുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇബ്നു മാജ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിറുകളെ, ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന, 5 കാര്യങ്ങളിലൂടെ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു അത് നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ ശരണം തേടിയ വിഷയം എന്താണത്? ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, നീചവൃത്തി, വ്യഭിചാരം, സ്വവർഗരതി, ഇതൊക്കെ ഒരു സമൂഹത്തിൽ സർവ്വവ്യാപകമായാൽ, നമുക്കറിയാം ഒരു സ്ത്രീക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. സെക്കൻഡുകളിൽ ഓരോ ആളുകളും വ്യഭിചരിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ ബലാത്സംഗത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പിഞ്ചു പൈതങ്ങൾ മുതൽ വൃദ്ധരായ ആളുകൾ വരെ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്ന ഒരു കാലഘട്ടം. റോഡ് സൈഡുകളിലും അങ്ങാടികളിലും, ഇനി ആധുനിക വാർത്താ വിനിമയ മാധ്യമങ്ങളിലൂടെ നമ്മുടെ പോക്കറ്റുകളിൽ, നമ്മുടെ കീശകളിൽ, വീടുകളിൽ, വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് വരെ അതെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടം. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, അങ്ങനെ ഹത്താ യുഅ്ലിനൂ ബിഹാ, ഇതൊരു പരസ്യമായ വിഷയമായി മാറിയാൽ ഇല്ലാ ഫശാ ഫീഹിമുത് താഊൻ, അവർക്കിടയിൽ താഊൻ, പ്ലേഗ് എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ മരിച്ചു വീഴുന്ന രോഗമുണ്ടാകും. വൽ ഔജാഉല്ലതി ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിമുൽ ലദീന മദൗ, പൂർവികരായ ആളുകൾ കേൾക്കാത്ത മാരകങ്ങളായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു സമൂഹത്തെ പിടികൂടുമെന്നാണ്. പ്ലേഗും പകർച്ചവ്യാധികളും മാരകങ്ങളായ രോഗങ്ങളും പൂർവികരായ ആളുകൾക്ക് പരിചയം പോലുമില്ലാത്ത, അതുകൊണ്ടാണ് നമുക്ക് പലതിനും മരുന്നില്ല. കാരണം നമുക്ക് പരിചയമില്ല ഈ വൈറസിനെ, ശാസ്ത്രലോകത്തിന് പരിചയമില്ല, പുതിയതാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തു മരുന്ന് എന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, സംഭവിക്കുമത്. വേറെയും കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ ആ ഹദീത്തിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. വ്യഭിചാരം സാർവത്രികമായാൽ, നിയമപരമല്ലാത്ത ലൈംഗിക ബന്ധം വർദ്ധിച്ചാൽ പ്ലേഗ് ഉണ്ടാകും, പകർച്ചവ്യാധികളുണ്ടാകും. സമൂഹം ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. അങ്ങനെ അതിക്രമങ്ങൾ, ദുൽമുകൾ, വ്യഭിചാരം, തോന്നിവാസങ്ങൾ, കൊലപാതകങ്ങൾ, അർഹതയില്ലാത്ത ആളുകൾ രംഗത്ത് വരൽ, അവർ ജനങ്ങളെ ഭരിക്കൽ, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിലായിരിക്കും മഹ്ദി ഇമാമിൻ്റെ വരവ്. അത്തരം കാര്യങ്ങൾ കണ്ടാൽ ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജാഗരൂകരാവുക.